അപ്പൊ നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ദേവിയും ആനന്ദും കൂടിയിട്ട് ഒരു പ്രണയ പൂങ്കാവനം തീർക്കുകയാണ് കിച്ചണിൽ. ഈ ബാക്കിയുള്ളവർ അവിടെ ഉണ്ട് എന്നുപോലും ഓർക്കാതെയാണ് രണ്ടിന്റെയും പ്രണയ നാടകങ്ങൾ. ദേവിക്ക് അരികിലേക്ക് വന്ന് ഓരോ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ആനന്ദ്. ആ സമയത്താണ് ഗോമതി അടുക്കളയിലേക്ക് കയറി വരുന്നത്. അടുക്കളയിൽ കയറണം, വെള്ളം കുടിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്ങനെയും ഗോമതി പുറത്താക്കാനുള്ള ആ ഒരു ധൃതിപ്പിലാണ്, ആ ഒരു തിടുക്കത്തിലാണ് നമ്മുടെ ദേവി. അമ്മ പൊക്കോ, അമ്മയ്ക്ക് വെള്ളമാണോ വേണ്ടേ, എന്താ വേണ്ടേ, ഞാൻ എടുത്തുതരാമല്ലോ, അമ്മ പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇവളെ പറഞ്ഞു വിടുക കേട്ടോ. അപ്പൊ ഗോമതി പറഞ്ഞു, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ടല്ലേ, ഞാനിവിടെ സഹായിക്കാന്നേ. വേണ്ട 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 വേണ്ട, അമ്മ ഇവിടെ നിൽക്കണ്ട, അമ്മ റെസ്റ്റ് എടുക്കു പോയി, ഞാനില്ലേ ചെയ്യാനായിട്ട്, അല്ലേ ആനന്ദേട്ടാ. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ശരിയാ, അമ്മ അകത്തേക്ക് ചെല്ലാം, ദേവി ചെയ്തോളുന്നേ, അമ്മ പോയി റെസ്റ്റ് എടുക്കുക, ഇത്ര നാളും അമ്മ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ. എന്തായാലും മകന്റെ മുമ്പ് വെച്ച് പറഞ്ഞ വഴക്ക് കൂടണ്ടായി എന്ന് കരുതിയിട്ട് ദേവി പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ദേവി അങ്ങോട്ട് വീണ്ടും ദേവിയും ആനന്ദും കൂടി വീണ്ടും പ്രണയ സ്വർഗത്തിലേക്ക് അങ്ങനെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി വന്നു. മീനാക്ഷി ആ ഒരു ഇത് കാര്യത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാനൊക്കെ ആയിട്ട് ആ പുള്ളിക്കാരി വന്നത്. അപ്പം അടുക്കളയിൽ ദേവി കാണുമെന്ന പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് വരുന്നത്. ആരെങ്കിലും കാണൂലോ, അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് അകത്തേക്ക് കയറി വന്നത്. പക്ഷെ ആരെയും കണ്ടില്ല. പെട്ടെന്ന് തന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ദേ രണ്ടും കൂടെ മൂലയ്ക്ക് നിൽക്കുന്നു. പെട്ടെന്ന് മീനാക്ഷി അങ്ങോട്ട് അയ്യടാന്നായി പോയി. മീനാക്ഷിയോട് ദേവി ചോദിച്ചു, എന്താ 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 വേണ്ടേ? അല്ല, ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അല്ല, ആനന്ദേട്ടൻ എവിടെ നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിൽ ആനന്ദേട്ടൻ എന്താ കാര്യമെന്നോ? അടുക്കളയിൽ എൻ്റെ അടുത്ത് ഈ ഭാര്യയുടെ അടുത്ത് ഭർത്താവ് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കണത് അതും ഒരു സുഖമല്ലേ? അല്ല, മീനാക്ഷി ആകാശം ഇങ്ങനെ ഒന്ന് നിൽക്കാറില്ലേ? ഇനി മീനാക്ഷി അടുക്കളയിൽ കയറാറില്ലല്ലോ അല്ലേ, പിന്നെ എങ്ങനെയാണ് ആകാശം ചുറ്റിപ്പറ്റി അടുക്കളയിൽ വന്ന് നിൽക്കുക എന്നൊക്കെ ചോദിച്ചങ്ങോട്ട് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അതെ, അടുക്കളയിൽ കയറാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ വരുന്ന സമയത്ത് അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അമ്മയുടെ ഒരു അധികാര പരിധിയുണ്ട്, അതിനകത്തേക്ക് വെറുതെ കൈ കടത്താനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അടുക്കളയിൽ കയറി പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരുന്നത്. അമ്മയ്ക്കും അത് ഒരു പരാതിയില്ലായിരുന്നു. പിന്നെ ഞാൻ ദേവടുത്ത പോലെ വെറുതെ വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കുകയല്ലോ, എനിക്ക് ജോലി ഉണ്ടല്ലോ. അപ്പോഴേക്കും എന്നിട്ട് മീനാക്ഷി അങ്ങ് പോവാട്ടോ. അപ്പോൾ ദേവി ആനന്ദിനോട് ചോദിച്ചു, കേട്ടില്ലേ, ഇതാ ഞാൻ പറഞ്ഞത്, മീനാക്ഷിക്ക് അഹങ്കാരമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആനന്ദേട്ടാ? മീനാക്ഷിക്ക് അഹങ്കാരമുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരിയാണ് എന്നതിൻ്റെ അഹങ്കാരത്തിലാണ് അവൾ ഇപ്പം പറഞ്ഞിട്ട് പോയത്. അതല്ലല്ലോ അവൾ ഉദ്ദേശിച്ചത്, ജോലിക്ക് പോകണമെന്നല്ലേ? ആനന്ദേട്ടൻ അങ്ങനെയൊക്കെ തോന്നും. ഈ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രേ എനിക്കറിയാം. പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ ഒരു പുരുഷന്മാർക്കും പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എന്തും കണ്ടാലും നല്ലതാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നമ്മുടെ ബാലനാണെങ്കിൽ കടയിലേക്ക് ചെല്ലുന്നത്, അതായത് അമ്പലത്തിൽ നിന്നും കടയിലേക്ക് പോവുകയാണ്. ആകാശിന്റെയും ധർമ്മന്റെയും അരികിലേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയാണ്, മിത്രയെ തനിച്ചാക്കിയിട്ട് ആര്യൻ എങ്ങോട്ടോ പോയി, ആര്യന് ഒരു ഉത്തരവാദിത്വവും ഇല്ല, അവളെ അമ്പലത്തിൽ കൊണ്ടിറക്കിയിട്ട് അതും അലോകമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന അവനെ അറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ആര്യനെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ആര്യന് എന്തിനു പോയതാ, വെറുതെ കറങ്ങി നടക്കാൻ പോയതല്ലല്ലോ എന്ന് രാമേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവന്റെ കറങ്ങി നടക്കല്, അവന്റെ ജോലി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അങ്ങനെ ഒരു 100 കാര്യങ്ങളാണ് കേട്ടോ കുറ്റപ്പെടുത്തി പറയുന്നത്. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ നമ്മുടെ ആര്യൻ കുറച്ച് താമസിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഗോമതി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതുപോലെ മിത്രയും കാത്തിരിപ്പുണ്ട്. ഗോമതി നീ കിടക്കാറൊന്നും ആയില്ലേ എന്ന് ചോദിച്ചോണ്ട് അങ്ങോട്ട് വന്നു. അപ്പൊ ഗോമതി പറഞ്ഞു, അല്ല, ആര്യൻ വന്നിട്ട് ഇതുവരെ വന്നില്ലേ, അവനാ ഇത്രയും നേരം താമസിക്കുമോ? എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ വന്നു. ബാലൻ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ശത്രുവൊന്നും അല്ല തോന്നുമ്പോൾ കയറി വരാനായിട്ട് 10 മണി അതിനുള്ളിൽ കയറി വന്നേക്കണം, അതിപ്പോൾ ആരായാലും. അപ്പം ആരും പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കാൻ പോയതല്ല, എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്നത്. എന്ത് ജോലിയാണെങ്കിലും 10 മണിക്ക് തീരുന്ന ജോലി മതി. ഇവിടെ കാത്തിരിക്കാനായിട്ട് എൻ്റെ ഭാര്യയോ നിൻ്റെ ഭാര്യയോ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട കേട്ടല്ലോ. അപ്പോൾ എൻ്റെ അമ്മ എന്തായാലും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും കാത്തിരിക്കും. അത് അച്ഛനോട് കാത്തിരിക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. അതെ, എൻ്റെ വീടായത്. ഈ വീട്ടിൽ ഏത് സമയത്ത് ആൾക്കാർ കയറണമെന്ന് ഞാൻ തീരുമാനിക്കും. പിന്നെ പറയാനൊന്നുമില്ലല്ലോ. നമ്മുടെ ആര്യനൊന്നും മിണ്ടിയില്ല. ഗോമതി കണ്ണുകൊണ്ട് കാണിച്ചൊന്നും പറയണ്ട എന്ന രീതിയിൽ ആര്യന് സങ്കടമായിട്ടുണ്ട് എന്ന് ഈ പറയുന്ന മിത്ര ഗോമതിയോട് ഇങ്ങനെ പറയാം. ആര്യനെ കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും നമ്മുടെ മിത്രയ്ക്ക് ഒരു ജോലി വേണം, ആര്യനെ സഹായിച്ചേ പറ്റുള്ളൂ. ട്യൂഷൻ എടുക്കാനായിട്ട് ഈ ബാലൻ സമ്മതിക്കത്തില്ല. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം മീനാക്ഷി തന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ച് കൊടുത്തു. പെരക്കകത്ത് ട്യൂഷൻ എടുത്താലല്ലേ ഈ മനുഷ്യനെ അറിയുള്ളൂ. ഒരു ട്യൂഷൻ സെന്റർ പുറത്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ അറിയോ? അറിഞ്ഞാൽ തന്നെ വേറൊരാളുടെ ട്യൂഷൻ സെന്ററിൽ ജസ്റ്റ് പഠിപ്പിക്കാൻ പോകുന്നു, അതിനിപ്പോൾ എന്താ കുഴപ്പം? അത് പോകണ്ടെന്ന് ഇങ്ങോട്ട് പറയുമോ? പോകുന്നതിന് മുമ്പ് അയാളുടെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോവുക, ഇങ്ങനെ ഒരു ചെറിയൊരു പാർട്ട് ടൈം ജോലിയാണ് എന്ന് പറയാം. ട്യൂഷൻ എടുക്കുക എന്ന് പറയണ്ട. പിന്നെ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകാതിരിക്കുക ഒക്കെ നിന്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞു. അവസാനം ഇത്രയും മീനാക്ഷിയും കൂടെ ആ ഒരു തീരുമാനത്തിലെത്തി. ഗോമതിയോട് കാര്യം പറഞ്ഞു. ബാലേട്ടനോട് പറഞ്ഞില്ലേ, അത് പ്രശ്നമാകുമെന്ന് ഇങ്ങനെ പറഞ്ഞു. മാത്രമല്ല ദേവിയുടെ ചെവിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ദേവി അത് പറഞ്ഞും കൊടുക്കും.
അപ്പോൾ ദേവി ഒന്നും അറിയത്തില്ലെന്നേ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരുടെ പ്ലാൻ ചെയ്യാം. എവിടെ എങ്ങനെ ട്യൂഷൻ എടുക്കാം, ആരിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂഷൻ സെന്റർ സെറ്റാക്കി തരുമോ, ഇങ്ങനെ ഒരു 100 കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയാണ്. പിന്നെ നമ്മുടെ ദേവി ഉച്ചക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കുന്ന ആ കലാപരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. ഉച്ചക്ക് ചോറ് കൊണ്ടുപോയി കൊടുക്കണ ആ ഒരു സമയത്ത് പല കാര്യങ്ങളും കൈമാറാനായിട്ട് സാധിക്കും. വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഗോമതി അറിയാതെ ബാലൻ അറിയുന്നുണ്ട് എന്ന് ഗോമതിക്ക് മനസ്സിലായി. ഇത് ഈ പറയുന്ന ദേവിയാണ് ചെന്ന് കൊളുത്തി കൊടുക്കുന്നതെന്നും പൂർണ്ണമായിട്ടും ഗോമതിക്ക് അറിയാം. ഗോമതി പൂർണ്ണതി മുട്ടിയുടെ പെണ്ണിനെ കൊണ്ടോ ബാലൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളൊക്കെ ബാലൻ ചോദിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗോമതി മീനാക്ഷിയോടും മിത്രയോടും പറഞ്ഞു, അതെ ഞാനൊരു തീരുമാനം എടുക്കും, ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അവളുടെ ചോറും കൊണ്ട് പോക്ക് ഞാൻ എവിട്ടാ നിർത്തിക്കും. ഒന്ന് പോവാം അപ്പച്ചി വന്ന്. അപ്പച്ചിക്ക് അതിനൊന്നും പറ്റത്തില്ല. അവള് ചോറും കൊണ്ട് പോകാനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അപ്പച്ചി എന്ത് ചെയ്യാനാ? എന്തായാലും ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല എന്ന് ഞാൻ പറയും. അവൻ്റെ ഒക്കെ വേണമെങ്കിൽ വന്ന് കഴിച്ചു, ഇത്രയും നാളെങ്ങനെയാണോ അതുപോലെ ആയിക്കോട്ടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രീകല വരുന്നത്. ശ്രീകല വന്നിട്ട് എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുശലമൊക്കെ ചോദിക്കുകയാണ്. ഉദയേട്ടന് ഭയങ്കര തിരക്കാന്നേ, അതുകൊണ്ട് തന്നെ വരാത്തത്. ബിസിനസ് ടൂർ ഒന്നും പറയണ്ട, ഏതെങ്കിലും കള്ള് ഷാപ്പിൻ്റെ അവിടെ കാണും. എന്തായാലും നമ്മുടെ മിത്രയും മീനാക്ഷിയൊക്കെ ഉണ്ട്. ആ ഒരു സമയത്താണ് ശ്രീകല ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം ബാലൻ പറഞ്ഞു, മോളിങ്ങനെ ചോറ് കൊണ്ടുതരും, മോളെല്ലാ കാര്യങ്ങളും നോക്കി നടന്ന് ചെയ്യും, ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടന്ന് ചെയ്യുന്നത് ഇപ്പം മോളാണ്. ഈ കുടുംബത്തിന്റെ സർവ്വ അധികാരിയായിട്ട് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ഒരാളാണ് മോള് എന്നൊക്കെ പറഞ്ഞ് ബാലൻ. ഗോമതിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ. അപ്പൊ കടയിലൊന്നും ചോറൊക്കെ കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ ശ്രീകലെ. വേണ്ടാന്ന് പറഞ്ഞതാ, പക്ഷെ കേക്കില്ലാച്ച എന്താ ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷിയും ഇത്രയും നോക്കിയിട്ട് പറഞ്ഞു, അതെ അതൊരു കീഴ്വഴക്കം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തോന്നുന്നതാ. ദേവിമോള് ചെയ്യുന്നത് തന്നെയല്ലേ ശരി. കടയിൽ നിന്ന് അവർ ഊണ് കഴിക്കാനായിട്ട് വരുമ്പോൾ എത്ര സമയം പോകും? ആ സമയം ഇപ്പം ലാഭിക്കാൻ പാടില്ലേ? അതുപോലെ ആനന്ദിനും ഇഷ്ടമുള്ള ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ കിട്ടത്തില്ലേ? ആരോഗ്യകരമായ ഭക്ഷണം കൊടുക്കത്തില്ലേ? അങ്ങനെ അഥവാ ഇനിയിപ്പോൾ അവരെല്ലാവരും ചോറുണ്ണുന്ന സമയത്ത് കടയൊന്ന് നോക്കാനായിട്ട് ദേവിമോളും ഉണ്ടല്ലോ. എന്തുകൊണ്ടോ മീനാക്ഷിയും ഇത്രയും ഇതുവരെ ചെയ്തില്ല. പക്ഷെ ഓരോ കാര്യങ്ങൾ എൻ്റെ മകള് തുടങ്ങി വെക്കുന്നു, അത് നല്ലതാണെന്ന് പറയുന്നില്ല, എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ശ്രീകല അങ്ങ് പോയി ഈ പറയുന്ന ഈ മൂദേവി മോൾക്ക് പണി കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് മിത്രയും മീനാക്ഷിയും ഗോമതിയും കൂടി, വേണ്ട ഇനി അടുക്കളയിൽ ഞാൻ കയറിക്കോളാം, അടുക്കളയിൽ നീ കയറണ്ട, എനിക്ക് ചെയ്യാനറിയാം, ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ മാത്രം നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഗോമതി അടുക്കളയിലേക്ക് കയറിയിട്ടോ. അമ്മ ഞാൻ ചെയ്യാൻ പോ, അമ്മയുടെ ആവശ്യമില്ല, അങ്ങനെ എൻ്റെ ആവശ്യം ഈ വീട്ടിലില്ലാതെ ആക്കേണ്ട കാര്യമില്ല, ഈ അടുക്കളയിൽ ഓരോ കാര്യങ്ങളും ഞാനാ ചെയ്തുകൊണ്ടിരുന്നത്, ഒരുമിച്ച് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാതെ എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് നിനക്ക് ഇതിൻ്റെ അധികാരമായിട്ട് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട ദേവി, ഇനി ഞാനത് അംഗീകരിച്ചു തരില്ല. മരുമകളായിട്ട് എന്നോടൊപ്പം നിന്ന് എന്തെങ്കിലും ചെയ്യാൻ കൂടുന്നുണ്ടോ കൂടിക്കോ, അതിന് ഞാൻ തടസ്സം പറയത്തില്ല, അല്ലാതെ എന്നെ പുറത്താക്കിയിട്ട് ഇതിനകത്ത് കിടന്നുള്ള നിന്റെ വരവിൽ വേണ്ട എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ഇവിടെ ഒന്നും വിട്ടിങ്ങനെ നിൽക്കുകയാണ്. അവളാകെ സങ്കടപ്പെട്ട് കരഞ്ഞപ്പോഴേക്കും ഇത്രയും മീനാക്ഷിയും പറഞ്ഞു, അതെ വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്കാർക്കും അടുക്കളപ്പണി ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ, ഒന്നുമല്ല, സമയക്കുറവുണ്ട്, എന്നാലും ഇത് അമ്മയുടെ ലോകമാണ്. ആ ലോകത്തേക്ക് ചെന്ന് അമ്മയുടെ ആ ഒരു ജീവിതം തട്ടിയെടുക്കുന്നതിന് തുല്യമാണ് ഈ ഒരു അമ്മയുടെ പാഷനാണ് കിച്ചണിലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ദേവി തട്ടിയെടുത്തോണ്ടല്ലേ അമ്മയ്ക്ക് ഇത്രയധികം ആ ഒരു ദേഷ്യം പോലും ദേവിയോട് തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി.